വെൽക്കം ടു NS യുണൈറ്റഡ്. ഞാൻ നെവിനും വീണ്ടും ഒരു ഫുട്ബോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ കളി നമ്മള് എന്താ ചെയ്യാ, നമ്മള് വോയിസ് ഓണൊക്കെ മറന്നുപോയി, നമ്മള് സംസാരിക്കുന്നൊന്നും കിട്ടിയില്ലായിരുന്നു. സോറി ഗൈസ്. അപ്പോ കഴിഞ്ഞ കളി കണ്ടവർക്ക് മനസ്സിലാവാം നെവിന്റെ ഡിപ്രഷൻ. നെവിന് എങ്ങനെയുണ്ട് ഇപ്പൊ? ഇപ്പൊ ഗൈസ് ഓക്കെയാണ്. റിവെഞ്ച് എടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ. ഭയങ്കര സങ്കടമായിരുന്നു മാച്ചിൽ. ഞാൻ നെവിന്റെ ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ അവൻ തോൽവി സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ മിണ്ടുന്നില്ല. അങ്ങനെ അത്രയും ഒരു ഡാർക്ക് സിറ്റുവേഷനിലോട്ടാണ് പോയത്. എനിക്ക് ചിരിച്ചിട്ട് വേലായിരുന്നു. ഞാൻ സ്കോർ പറയുന്നില്ല, നിങ്ങള് പോയി വീഡിയോ കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്നാലും ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. ഭയങ്കര ഡിപ്രസിങ് ആയിരുന്നു അത്. വോയിസും കൂടി ഇട്ടായിരുന്നെങ്കിൽ അതിന് എത്ര ഹൈപ്പ് കയറിയെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോനെ തീർന്നേനെ. നെവിനെ അറഞ്ചം ഊക്കായിരുന്നു. നിങ്ങൾക്ക് എന്ത് നന്നാക്കണമെന്നോ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. ഒരു കുഴപ്പമില്ല, നമ്മുടെ ഒന്നും തോന്നണ്ട, അങ്ങ് കമന്റ് ചെയ്തോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല, നെവിൻ ഹാൻഡിൽ ചെയ്തോളൂ. മാച്ചിലോട്ട് അടങ്ങാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ 400. അയ്യേ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു സത്യത്തിൽ. ഇത് ഓടി എടുത്തില്ലെങ്കിൽ ബാസ്റ്റോണി. ഗൈസ് കഴിഞ്ഞ ഭയങ്കര തെറിയായിരുന്നു. ഗൈസ് കഴിഞ്ഞ ആ വീഡിയോ വോയിസ് ഉണ്ടായിരുന്നു, ഭയങ്കര തെറിയായിരുന്നു ഗൈസ്. നിങ്ങൾ ആയും തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി പോവുമായിരിക്കും, അത്ര പൂരത്തെറിയായിരുന്നു. എനിക്ക് സ്മാർട്ട് അസിസ്റ്റ് ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ സാധാരണ സ്മാർട്ട് അസിസ്റ്റ് ഇല്ലാതെയാണ് കളിക്കുന്നത്. എനിക്ക് സ്മാർട്ട് അസിസ്റ്റ് അത്ര പിടിക്കുന്നില്ല. എന്നിട്ടല്ലേ 7-1 ജയിച്ചേ. അതെ, പക്ഷെ ഇത് കണ്ടോ, ആ പാസ്സൊക്കെ പൊങ്ങിപ്പോന്നു. എനിക്ക് അതിൽ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു. ആ സ്മാർട്ട് അസിസ്റ്റ് ചുമ്മാ പറപ്പിച്ചു വിടുന്നോണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മെക്കാലിസ്റ്റർ സ്പീഡില്ല ഗൈസ്, പുതിയ മെക്കാലിസ്റ്ററാ. അത് ഗൈസ് ഒന്നും കേട്ടില്ല. നീയൊന്നും കേക്കത്തില്ല, അവരെ കേക്കത്തില്ല. അവരൊന്നും കേക്കത്തില്ല. കട്ട് ചെയ്യാം. എടാ എന്റെ മോനെ, ഇത് എന്താ കഷ്ടമാണ് ഇത്. എന്റെ ഡിഫൻഡേഴ്സ് എന്താ കാണിക്കുന്നേ? എന്തോ ജോമു അതൊക്കെ കഴിഞ്ഞല്ലേ. ഇത് കണ്ടില്ലേ നിന്റെ? അയ്യോ, പറഞ്ഞു ഇത് എന്താ കോപ്പാ. നെവിൻ എന്ന് നമ്മള് കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഫോർമേഷൻ, എനിക്ക് മിഡ്ഫീൽഡ് ഇല്ല. അത് തുടങ്ങുമ്പോ തന്നെ നിന്റെ മിഡ്ഫീൽഡ് വലിയ ഗ്യാപ്പ് കാണാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വലിയൊരു ഗ്യാപ്പാണ്. ടീം നോക്കത്തില്ലല്ലോ. അതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചു. സ്കോർ പറഞ്ഞല്ലേ. അതിന് എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ ഷോർട്സ് ആയിട്ട് റീലായിട്ടും നമ്മളെ 2 പ്ലാറ്റ്ഫോമിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതും ചെക്കൗട്ട് ചെയ്യാനിട്ട് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സാധാരണ പരിപാടിയെല്ലാം ചെയ്തേക്കാം. അതന്നെ. പിന്നെ ഫുൾ വീഡിയോ കാണണം കേട്ടോ. ഫുൾ വീഡിയോക്ക് നമുക്ക് ഈ ഫുട്ബോൾ ആദ്യത്തെ വീഡിയോക്ക് മാത്രമേ റീച്ച് ഉള്ളൂ. പിന്നെ
നമ്മൾ ഇനിയും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾ പ്ലീസ് ഡു കമന്റ്. പിന്നെന്താ, കാർ പാർക്കിങ്ങിനാണ് ഇച്ചുകൂടിയും വ്യൂസ് കിട്ടുന്നത്. അപ്പോ നിങ്ങളെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഫുട്ബോളാണ്. അപ്പം നമ്മൾ ഈ ഫുട്ബോളിലും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിലും നോക്കുന്നതായിരിക്കും. ശങ്കറായിരിക്കും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഇടുന്നത്, പക്ഷെ ഞാൻ അത്ര ചെയ്യാറില്ലായിരിക്കും. നെവിന് അങ്ങനെ വണ്ടിയിലോട്ടൊന്നുമില്ല. ഞാൻ കാർ ലവറല്ല ശങ്കറിനെ പോലെ. നെവിൻ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് ഹൈലൈറ്റ്സും നെവിൻ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ. ഞങ്ങൾ വേറൊരു വീഡിയോ ഗെയിമായിട്ട് ഞങ്ങളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഇതുവരെ മൊബൈൽ ഗെയിംസ് ആണ് ചെയ്തോണ്ടിരുന്നത്. നമ്മൾ ഇനി മാറ്റി പിടിക്കാൻ നോക്കുന്നുണ്ട്. യെസ് ഗൈസ്, നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരുവാണ് ഇച്ചിരി വ്യൂസ് കിട്ടാനായിട്ട്. എടാ ഫൗള്, ഓൾവേസ് അഗൈൻസ്റ്റ് ഉണ്ടോ? ഇതൊക്കെ ക്ലാസ്സിലുള്ള പിള്ളേരെ ഉണ്ട്. നിർത്തിട്ട് പോകണം. എടാ എന്നാ കഷ്ടാണ് ഇത് പിടിച്ചില്ലേ. ഓട് പ്ലീസ്. ഞാൻ നല്ല സുന്ദരമായി. എടാ എന്റെ പൊന്നടാ, നെയ്മാർ കൈ ഉള്ളപ്പോഴത്തേക്ക് നീ എന്നതിന് പാസ് കൊടുക്കുന്നേ? ഫ്രീ ആണേ മാത്രം ബാറ്റിസ്റ്റൂട്ടേക്കൊക്കെ പാസ് കൊടുക്ക്. ഡിഫൻസ് ഗ്യാപ്പ് നോക്കി അടിച്ചോ. എടാ എന്നാ കഷ്ടാണ് ഇത്. കേട്ടോ വലിയ ഗ്യാപ്പ്. അതിൽ കൂടെ ഞാനിപ്പോ പാസ് കൊടുത്ത നെവിന്. മിഡ്ഫീൽഡ് ഒരു കൺട്രോൾ ഇല്ല. മിഡ്ഫീൽഡ് ഇല്ല. എന്താണ് ഇതൊന്നും പാസ് വർക്കാവാത്ത? എന്റെ പൊന്നു നെവിന്, നിന്റെ പാസ് ഒന്നും അല്ല, അത് നിന്റെ ഫോർമേഷന്റെ കുഴപ്പമാ. ഞാൻ ഫുള്ള് മറ്റേ നിനക്ക് അത്യാവശ്യം നല്ല കാർഡും ഉണ്ട്, എന്നെക്കാളും നല്ല ടീമുണ്ട്, എന്നിട്ടും കളിക്കാൻ പറ്റാത്ത ഫോർമേഷന്റെ കുഴപ്പമാ. മാനേജർ ഒന്നുമല്ല, കളിയുടെ ഒന്നും കുഴപ്പമില്ല. ഞാൻ പിന്നെ മറ്റേ ഇതില്ലേ ആ സാധനം ഫുൾ ആയിട്ടേക്കുന്നത്, എക്സലന്റ് ആയിട്ടേക്കുന്നത്. നെവിന് ഒരു ചാൻസ് ഇല്ല. നെവിന് ചൂടിയും പൊസിഷൻ കളിക്കാൻ നോക്കടാ. നിനക്ക് മറ്റേ ലാംബാർഡില്ലേ, ലാംബാർഡിനെ വെച്ച് മറ്റേ അക്കൗണ്ടിലാ. ലാംബാർഡ് മറ്റേ അക്കൗണ്ടിലാ കിട്ടിയേ. എനിക്ക് എടാ മറ്റേ പോയത് ആ അക്കൗണ്ടാ. എന്നെ വലിയ അക്കൗണ്ട് ഇല്ലേ, വലിയ അക്കൗണ്ട് ലാംബാർഡുണ്ട്. ഇങ്ങോട്ട് പോന്നേ. എന്റെ അറ്റാക്കേഴ്സിന്റെ നമ്പറും കുറയ്ക്കണം ബ്രോ. ബാറ്റിസ്റ്റൂട്ട് മറ്റവനെ അവിടെ ഇരിക്കട്ടെ. ഓ എന്റെ പൊന്നി ഒന്ന് പാസ് എടുക്കണം. നെവിന് കുക്ക് ചെയ്ത് വിടുവാണ് കഴിച്ചിടായിട്ട്. ഇതുപോലെയായിരുന്നു നെവിൻ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ മാച്ചിലും. രണ്ടുപേരും ഉണ്ടായിരുന്നോളട്ടാ. എന്റെ പൊന്നെ ഓട്. ഇന്നോടിച്ചോ. ഈ മാച്ച് തീരാറായി. ഇനി അവനെ വന്ന് ബോളിൽ തൊട്ട് കഴിഞ്ഞാൽ മാച്ച് തീരും. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഈ ഫ്രീ കിക്കിൽ അടിക്കുകയാണെങ്കിൽ 2-1 ആവും. അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ. ഈ വീഡിയോ വേണ്ടി ഞാൻ ഫോർമേഷൻ മാറ്റുന്നതായിരിക്കും ഗൈസ്. അടുത്ത വീഡിയോയിലേക്ക്
നെവിന്റെ ഫോർമേഷൻ മാറ്റുകയും. അപ്പോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.